ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്കായി എടുക്കുന്ന ഏവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് The Redeeming Christ through the books of Ruth and Esther, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 20ാമത്തെ ക്ലാസ് ആണ്. അതായത് 9ാമത്തെ ചാപ്റ്റർ, എഗെയിൻസ്റ്റ് ഡേഞ്ചർ വിത്ത് ഫെയ്ത്ത്, അപായത്തിനെതിരെ വിശ്വാസപൂർവം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം ഹാമാന്റെ ഉയർച്ചയും മൊർദെഖായി ഹാമാനെ ആദരിക്കാഞ്ഞതും അത് എപ്രകാരം യഹൂദർക്കെതിരെ ഒരു വലിയ പ്രതിസന്ധിയായി മാറി എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ രാജാവിന്റെ ഉത്തരവ് വരുമ്പോൾ ശൂഷൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 3-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇന്ന് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ it moves from mourning and danger to courage and decisive faith എന്ന് പറയാം. അതായത് അപകടത്തിന്റെയും സംശയത്തിന്റെയും കലക്കത്തിന്റെയും നിലവിളിയുടെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് നിർണായകമായ വിശ്വാസത്തിന്റെയും അതീവ ധൈര്യത്തിന്റെയും അവസരങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അധ്യായമാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം. ഈ അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഹാമാന്റെ ഉത്തരവ് അറിഞ്ഞിട്ട് മൊർദെഖായും യഹൂദാ ജനമൊക്കെയും വലിയ നിലവിളിയോടെയും അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് എസ്തേർ രാജാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അധ്യായമാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം. എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഒരു അധ്യായം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ: ഫെയ്ത്ത്, കറേജ് ഇൻ ടൈംസ് ഓഫ് ഡേഞ്ചർ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിവൈൻ ടൈമിംഗ്, വിശ്വാസം, അപായ സമയത്തെ ധൈര്യം, ദൈവീകമായ സമയജ്ഞാനം. ഈ 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം നമുക്ക് നൽകുന്നത്. 2, ഇറ്റ് ടീച്ചേഴ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിവൈൻ കോളിംഗ്, ദൈവനിയോഗത്തിന്റെ പ്രാധാന്യത്തെ പറ്റി. അതായത് ഇവിടെ എസ്തേറിനെ വിളിച്ചു വേർതിരിക്കപ്പെട്ട് രാജ്ഞിയാക്കിയത് അതൊരു നിയോഗമായിരുന്നു അല്ലെ. പ്രകാരം ദൈവ നിയോഗത്തിന്റെ പ്രാധാന്യം ഈ ഒരു അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3, Mordecai's cry and Esther's resolution reveals God's care for the deliverance of his people. മൊർദെഖായിയുടെ നിലവിളിയും എസ്തേറിന്റെ നിശ്ചയവും ദൈവജനത്തിന്റെ രക്ഷയ്ക്കായുള്ള കരുതലിനെ കാണിക്കുന്നു. അതായത് ഇവിടെ മൊർദെഖായി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ ഭയത്തെയൊക്കെ നീക്കിക്കൊണ്ട് എസ്തേർ ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് ദൈവം എപ്രകാരം തന്റെ ജനത്തെ കരുതുന്നു എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തരുന്ന ഒന്നാണ്. അതും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. 4-മതായിട്ട്, it shows us the impact of action which is supported by fasting and prayer is powerful. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയോടെയും പിൻബലത്തോടുകൂടിയുള്ള പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ് എന്നുള്ളതും കൂടി ഈ ഒരു അധ്യായം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെയാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? ഒന്ന്, ഓർത്തിരിക്കണം എന്തൊക്കെയാണ് ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ: വിശ്വാസം, അപായ സമയത്തെ ധൈര്യം, ദൈവീകമായ സമയജ്ഞാനം. The main messages that we get from this chapter are faith, courage in times of danger, and understanding of divine timing. 2, എന്താണ് ഈ ഒരു ഭാഗം നമുക്ക് ഉപദേശിച്ചു തരുന്നത്? The importance of divine calling, ദൈവിക നിയോഗത്തിന്റെ പ്രാധാന്യം. 3, മൊർദെഖായിയുടെ നിലവിളിയും എസ്തേറിന്റെ നിശ്ചയവും അത് ദൈവജനത്തോടുള്ള കരുതല് ഇവിടെ തെളിയിച്ചു തരുന്നു. Mordecai's cry and Esther's resolution reveals God's care for the deliverance of his people. 4-മതായിട്ട്, ഉപവാസത്തോടെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോടു കൂടിയ പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ് എന്നും ഈ അധ്യായം കാണിച്ചു തരുന്നു. It shows us the impact of action which is supported by fasting and prayer is powerful. ഇത്രയുമാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 1-ാമത്തെ ഭാഗം ഡിവിഷൻസ് ഓഫ് എസ്തേർ 4,
4-ാം അധ്യായം നമുക്ക് 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ഉള്ളടക്കം പഠിക്കാം. 4 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗം മോർദെഖായിസ് ഗ്രീഫ് ആൻഡ് പ്രൊട്ടസ്റ്റ്, മോർദെഖായിയുടെ ഖേദവും പ്രതിഷേധവും കാണാം. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എസ്റ്റേർ ലേൺസ് അബൌട്ട് മോർദെഖായിസ് ഡിസ്ട്രെസ്, മോർദെഖായിയുടെ ഈ ഒരു അവസ്ഥയെ പറ്റി എസ്റ്റേർ അറിയുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് കാണുന്നത്. 3-ാമത്തെ ഭാഗത്ത് എസ്റ്റേർസ് ഇനിഷ്യൽ ഫിയർ ആൻഡ് മോർദെഖായിസ് ഫേം റെസ്പോൺസ്, രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള എസ്റ്റേറിന്റെ ആദ്യത്തെ ഭയവും അതിന് തിരിച്ചുള്ള മോർദെഖായിയുടെ ശക്തമായ പ്രതികരണവും ഒക്കെ കാണാം. അവസാന ഭാഗത്ത് ധീരമായ ഒരു തീരുമാനം എടുക്കുന്ന എസ്റ്റേറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്റ്റേർസ് ഡിസിഷൻ ആൻഡ് കോൾ ടു ഫാസ്റ്റിംഗ്. ഇത്രയുമാണ് ഉള്ളടക്കം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. 2-ാമത്തെ ഭാഗത്ത് വി വിൽ സീ ദ മെയിൻ ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ റോൾസ്, എസ്റ്റേർ 4-ലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ പങ്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അവസാന ഭാഗത്ത് ദ കീ ലെസൺസ് ഫ്രം എസ്റ്റേർ 4, എസ്റ്റേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചിന്തകളും നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അവസാന ഭാഗത്ത് കാണാം. ആദ്യം നമുക്ക് പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാം. വേദപുസ്തകം എടുത്ത് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഭാഗം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മോർദെഖായിയുടെ ഖേദവും പ്രതിഷേധവുമാണ് അല്ലെ. മോർദെഖായിസ് ഗ്രീഫ് ആൻഡ് പ്രൊട്ടസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ രാജാധികാരത്തോടുള്ള ഹാമാന്റെ യഹൂദ വംശഹത്യ ഉത്തരവ് കേട്ട മോർദെഖായിയുടെ ഖേദവും പ്രതിഷേധവുമാണ് വിവരിക്കുന്നത്. The chapter begins with Mordecai's grief and protest upon hearing Haman's royal decree for the extermination of Jews. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒന്ന്, when Mordecai learns about this decree, he tears his clothes, puts on a sackcloth and ashes and cried bitterly in the city എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്രകാരമാണ് മോർദെഖായി തന്റെ ഖേദവും തന്റെ പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നത്? ഒന്നാമതായിട്ട് തന്റെ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്ന് നിലവിളിയോടുകൂടെ ആ പട്ടണത്തിലേക്ക് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം he went up to the king's gate for no one might enter the king's gate closed with sackcloth. മോർദെഖായി രട്ടുടുത്തുകൊണ്ട് രാജധാനി വരെ ചെല്ലുന്നെങ്കിലും രട്ടുടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് ചെന്നുകൂടായിരുന്നു. ഇങ്ങനെ വളരെയധികം പ്രയാസത്തോടുകൂടി ഇങ്ങനൊരു ഉത്തരവ് കേൾക്കുമ്പോൾ തന്റെ വസ്ത്രത്തെ എല്ലാം കീറിക്കളഞ്ഞ് രട്ടുടുത്ത് വെണ്ണീരിൽ കിടക്കുന്ന മോർദെഖായിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും അവിടെ മറ്റൊരു കൂട്ടരെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ്? ഈ പാർസിയിൽ ഉണ്ടായിരുന്ന യഹൂദർ. Jews throughout the province also fast, weep and mourn. എല്ലാ യഹൂദജനവും അവിടെ ഉപവാസത്തോടുകൂടി കരയുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു അധ്യായത്തിന്റെ ഫ്ലോ തന്നെ എങ്ങനെയാണ്? തുടക്കത്തിൽ കരച്ചിലും വിലാപവും അതുപോലെ നിലവിളിയും, ഇതിൽ നിന്നെല്ലാം അവസാനം ധീരമായ നിർണായകമായ വിശ്വാസത്തിന്റെയും ധീരമായ തീരുമാനങ്ങളിലേക്കും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് 4-ാമത്തെ അധ്യായം. അപ്പം അതിന്റെ ആരംഭം നമുക്ക് ആരെയാണ് കാണാൻ സാധിക്കുന്നത്? നിലവിളിച്ച് കരയുന്ന മോർദെഖായിയെയും അതുപോലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരയുന്ന യഹൂദ ജനത്തെയുമാണ് നമുക്ക് ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ്തേർ ഈ സംഭവത്തെ പറ്റി അറിയുകയാണ്. എങ്ങനെയാണ് എസ്തേർ അറിയുന്നത്? എസ്തേറിന്റെ ബാല്യക്കാരത്തികളും ഷണ്ഡന്മാരും ചെന്ന് രാജ്ഞിയെ ഈ വിവരം അറിയിച്ചിട്ട് രാജ്ഞിയായ എസ്തേർ അത്യന്തം വ്യസനിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്തേർസ് maids and eunuchs inform her of Mordecai's state and she is deeply distressed. ഇങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് എസ്തേർ ചെയ്യുന്നത്? ഷീ സെൻസ് ക്ലോത്ത്സ് ഫോർ ഹിം ബട്ട് ഹി റെഫ്യൂസ്ഡ് ഇറ്റ്. രട്ട് നീക്കി വസ്ത്രം ഉടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ വളർത്തപ്പന് വേണ്ടിയിട്ട് എസ്തേർ ഒരു വസ്ത്രം കൊടുത്തു വിടുകയാണ്. എന്നിരുന്നാലും അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ മോർദെഖായി ആ വസ്ത്രം വാങ്ങുന്നില്ല. തിരിച്ച് മോർദെഖായി രാജ്ഞിയുടെ ഷണ്ഡന്മാരിൽ ഒരാളായ ഹഥാക്കിലൂടെയും ആരിലൂടെയാണ്? ഹഥാക്കിലൂടെ രാജ്ഞിയുടെ ഷണ്ഡന്മാരിൽ ഒരാളായ ഹദാക്കിലൂടെ
എസ്തേറിന് ഹാമാന്റെ ഉപായം വിവരിച്ച് സന്ദേശം അയക്കുന്നു. അതോടൊപ്പം രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് സ്വന്തം ജനത്തിനായി യാചിക്കുക എന്നുള്ള ഒരു ആവശ്യവും കൂടെ അവിടെ മുന്നോട്ട് വെക്കുകയാണ്. അതോടൊപ്പം he sends a copy of the king's decree to destroy the Jews. രാജാവിന്റെ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം രാജാവിൻ്റെതായിട്ടുള്ള ഉത്തരവ്, രാജാവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു അല്ലെ, അതിന്റെ തീർപ്പും കൂടെ വെച്ച് എങ്ങോട്ട് അയക്കുകയാണ്? ഹതാക്കിലൂടെ രാജാവിന്റെ രാജ്ഞിയുടെ ഷണ്ഡന്മാരിൽ ഒരാളായ ഹതാക്കിലൂടെ മോർദെഖായി ഈ കാര്യങ്ങളെല്ലാം, ഹാമാന്റെ ഉപായങ്ങളും തന്ത്രങ്ങളും അതോടൊപ്പം രാജാവിന്റെ ഉത്തരവിന്റെ ഒരു കോപ്പിയും ഇതെല്ലാം ചേർത്ത് എങ്ങോട്ട് എത്തിക്കുകയാണ്? എസ്തേറിന്റെ അടുക്കലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ടാണ് ഒരു വലിയ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ചെന്ന് രാജാവിന്റെ മുൻപിൽ ചെന്ന് നമ്മുടെ ജനത്തിനോട് കരുണ കാണിക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇത് കേട്ട ഉടനെ എസ്തേർ എന്ത് ചെയ്ത് കാണുമായിരിക്കും? അതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എസ്തേർസ് ഇനിഷ്യൽ ഫിയർ ആൻഡ് എക്സ്ക്യൂസ് and Mordecai's firm response. എസ്തേറിന്റെ പ്രാഥമിക ഭയവും ഇതിനെതിരെ മോർദെഖായിയുടെ ശക്തമായ പ്രതികരണവും കൂടെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വിവരമെല്ലാം അറിഞ്ഞപ്പോൾ എസ്തേർ പിന്നെയും ഹതാക്കിനെ മോർദെഖായിയുടെ അടുക്കലേക്ക് ഇവിടെ വിടുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? രാജാവിനെ കാണുവാൻ ക്ഷണിക്കപ്പെടാത്തവർ അനുമതി കൂടാതെ അവന്റെ മുന്നിലെത്തിയാൽ മരണശിക്ഷ അനുഭവിക്കും. എസ്തേർ replies through Hatak that approaching the king without being called is punishable by death unless the king extends the golden scepter. She had not been called for 30 days. ഇനിയും 30 ദിവസത്തേക്ക് രാജ്ഞിയായ എന്നെ പോലും അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ സമയത്ത് എപ്രകാരം ഞാൻ എങ്ങനെ രാജാവിന്റെ മുൻപിലേക്ക് എന്റെ ജീവനെ കളഞ്ഞുകൊണ്ട് പോകും എന്ന് ഇനിഷ്യലി ഒരു പ്രാഥമിക ഭയമാണ് നമുക്ക് എസ്തേറിൽ കാണാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ട് അവളിൽ ഉണ്ടായതായിട്ടുള്ള വളരെ മാനുഷികമായ ഭയം, എസ്തേർസ് ഹ്യൂമൻ ഫിയർ ആൻഡ് അവയർനെസ് ഓഫ് ദി ഡെഡ്ലി റിസ്ക്. എന്നാൽ ഇതിനെ മോർദെഖായി ഒരു വളർത്തപ്പനായിട്ടും, തന്റെ വളർത്തു മകളാണ്, ഒരേ ഒരു വളർത്തു മകളാണ്, അങ്ങനെ സ്വന്തം മകളെ പോലെ കാണുന്ന ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ പോലും തിരിച്ച് മോർദെഖായിയുടെ റെസ്പോൺസ്, പ്രതികരണം ഇവിടെ വളരെ ശക്തമാണ്. ഒന്നാമതായിട്ട് മോർദെഖായി urges her not to think she will escape because she is in the palace. രാജകൊട്ടാരത്തിലായതുകൊണ്ട് നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നീ വിചാരിക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും ഇത്തരം ഒരു കാലത്തിനു വേണ്ടിയാവാം നീ രാജ്ഞിയായത് തന്നെ എന്നുള്ള അവളുടെ ചിന്തകളെ അവിടെ ഉയർത്തുകയാണ് മോർദെഖായി ചെയ്യുന്നത്. Who knows whether you have come to this kingdom to such a royal position for such a time as this. ഇത്തരം ഒരു സമയത്തിനായിട്ടായിരിക്കാം നീ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് എസ്തേറിന്റെ മുൻപിലേക്ക് മോർദെഖായി വെക്കുന്നത്. ഈ വാക്കുകൾ, മോർദെഖായിയുടെ ഈ വാക്കുകൾ വിശ്വാസം, വിധി, ദൈവീക ഉദ്ദേശം, ഫെയ്ത്ത്, ഡെസ്റ്റിനി ആൻഡ് ഡിവൈൻ പേർപ്പസ് ഇതെല്ലാം എടുത്തു കാണിക്കുന്നതായിട്ടുള്ള മോർദെഖായിയുടെ വാക്കുകൾ എസ്തേറിന് ധൈര്യം പകർന്നോ ഇല്ലയോ എന്നുള്ളതാണ് അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവസാന ഭാഗവും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ്തേർ വളരെ ധീരമായ ശക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ്. Go, gather together and fast for me. I will go to the king even though it is against the law, and if I perish, I perish. ഈ എസ്തേറിന്റെ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഇതല്ലേ. ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. മോർദെഖായിയുടെ ആ വാക്കുകള് വലിയ ഒരു ധൈര്യവും ശക്തിയുമാണ് എസ്തേറിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അത് നിയമത്തിനെതിരാണെങ്കിൽ പോലും ഞാൻ രാജാവിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലും എന്ന ശക്തമായ തീരുമാനമെടുക്കുന്ന, ധീരമായ തീരുമാനമെടുക്കുന്ന എസ്തേറിനെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത്. നമ്മൾ പറഞ്ഞു, നിലവിളിയിലും കലക്കത്തിലും കരച്ചിലും ഒക്കെ ആരംഭിച്ച് നിർണായകമായ വിശ്വാസത്തിന്റെയും അതിശക്തമായ ധീരമായ തീരുമാനത്തിലൂടെയും അവസാനിക്കുന്ന ഒരു അധ്യായമാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം.
പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ദി മേജർ ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ റോൾസ്. ആരൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ, എന്താണ് അവരുടെ ഈ ഒരു അധ്യായത്തിലെ പങ്ക് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ശക്തമായ കഥാപാത്രം മറ്റാരുമല്ല, ആരാണ്? എസ്തേർ. എസ്തേർ ഇവിടെ എന്ത് ചെയ്യുന്നു? എസ്തേർ ഇത്തരമൊരു സമയത്തിനായി രാജ്ഞിയായി നിയമിക്കപ്പെട്ടത് എന്നുള്ളത് എന്തായിരുന്നു? അത് ദൈവീക പദ്ധതിയായി. അതായത് ഇത്തരം ഒരു സമയം യഹൂദർക്ക് മുന്നിൽ ഉണ്ടാകും. അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എസ്തേറിനെ ആ സമയത്ത് രാജ്ഞി പദത്തിലേക്ക് എത്തിക്കുന്നത് എന്തായിരുന്നു? അതൊരു ദൈവീക പദ്ധതിയായിരുന്നു. എസ്തേർ അപ്പോയിന്റഡ് ആസ് എ ക്വീൻ ഫോർ സച്ച് എ ടൈം ആസ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് ദൈവീക പദ്ധതി ആയിരുന്നെങ്കിൽ പോലും എസ്തേർ വളരെ സാധാരണയായ ഒരു സ്ത്രീയാണല്ലേ. അപ്പൊ ഇനിഷ്യലി ഒരു പ്രാഥമിക ഭയം അവളിൽ ഉണ്ടായി. രാജാവിന്റെ മുൻപിൽ തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് ചെല്ലുവാൻ തക്കവണ്ണം അവൾക്ക് ആദ്യമേ ഒരു ഭയം ഉണ്ടായി. പക്ഷേ മൊർദെഖായിയുടെ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെ സ്വന്തം ജനത്തോടുള്ള സ്നേഹം അപായം സംഭവിക്കുവാൻ പോകുന്ന തന്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എസ്തേർ അവിടെ തയ്യാറാകുകയാണ്. എസ്തേർ ഔട്ട് ഓഫ് ലവ് ഫോർ ഹെർ പീപ്പിൾ, എസ്തേർ ബിക്കംസ് വില്ലിംഗ് ടു റിസ്ക് ഹെർ ലൈഫ് ടു സേവ് ദ ജൂസ് who are facing danger. എന്തുകൊണ്ടായിരിക്കാം ഇവിടെ എസ്തേറിനെ തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ബിക്കോസ് ഷി വാസ് വില്ലിംഗ് ടു റിസ്ക് ഹെർ ലൈഫ്. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണനാമകാരനായ ഇവാനിയൂസ് പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുവാൻ എസ്തേറിനെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഗോഡ് ചോസ് എസ്തേർ ടു സേവ് ഹിസ് പീപ്പിൾ ബിക്കോസ് ഷി വാസ് വില്ലിംഗ് ടു റിസ്ക് ഹെർ ലൈഫ്. അങ്ങനെ എസ്തേർ താൻ ഏറ്റെടുത്ത ദൗത്യം ആഴമേറിയ വിശ്വാസത്തോടും വലിയ കരുതലോടും വിവേകപൂർണമായി നിറവേറ്റുന്നു. എസ്തേർ fulfilled her mission with deep faith, wise discernment and with a big concern for her people എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എസ്തേറിനെ പറ്റി ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? ഒന്ന്, എസ്തേർ രാജസ്ഥാനത്ത് എത്തിയത് അത് ദൈവിക പദ്ധതിയായിരുന്നു. രണ്ട്, പ്രാഥമികമായിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ രാജാവിന്റെ മുൻപിലേക്ക് ചെല്ലുവാൻ വേണ്ടിയിട്ട് ഭയമുണ്ടായി. എന്നാൽ മൊർദെഖായിയുടെ വാക്ക് കേട്ട് സ്വന്തം ജീവനെ പോലും വിലവെക്കാതെ തന്റെ ജനത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായിട്ട് പോകുന്ന എസ്തേറിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവൾ ഏറ്റെടുത്ത ദൗത്യം വളരെയധികം വലിയ വിവേകത്തോടും വിശ്വാസത്തോടും കരുതലോടും കൂടി ഏറ്റെടുത്ത ദൗത്യം നടപ്പാക്കുന്ന എസ്തേറിനെയാണ് നമുക്ക് 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്ന്, she stands as a model of feminine courage and seen as a new Judith. എന്താണ്? സ്ത്രീ ധീരതയുടെ മാതൃകയായി പുതിയ യൂതിത്തായി എസ്തേർ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് ഈ ജൂദിത്ത് അല്ലെങ്കിൽ യൂദിത്ത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും. ആരാണ് ജൂദിത്ത്? ജൂദിത്ത് വാസ് എ വിഡോ, ബ്യൂട്ടിഫുൾ ആൻഡ് ഡീപ്ലി ഫെയ്ത്ത്ഫുൾ. അതായത് അപ്പോക്രിഫൽ പുസ്തകത്തിൽ ഉള്ളതായിട്ടുള്ള ഒരു പുസ്തകമാണ് തോബിത്തിന് ശേഷം തോബിത്ത് ജൂദിത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം എസ്തേറിന് മുൻപായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജൂദിത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂദിത്ത് വാസ് എ വിഡോ, ബ്യൂട്ടിഫുൾ ആൻഡ് ഡീപ്ലി ഫെയ്ത്ത്ഫുൾ. വലിയ വിശ്വാസമുള്ള സൗന്ദര്യമുള്ള ഒരു വിധവയായിരുന്നു ജൂദിത്ത്. ഇസ്രായേൽ മക്കൾ ഹോളോഫെർനസ് എന്ന അസീറിയൻ ജനറൽ, അതായത് നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിൽ അസീറിയൻ ജനറൽ ആയിരുന്ന ഹോളോഫെർനസ് എന്ന് പറയുന്ന ഒരാളാൽ ഒരുപാട് ബന്ധപ്പെട്ടപ്പോൾ ധീരയായി മുന്നോട്ട് ചെന്ന് ഈ ശത്രുപാളയത്തിൽ വളരെ ബുദ്ധിപൂർവം കടന്നു കയറി തന്റെ വാളുകൊണ്ട് ഈ ഹോളോഫെർനസിന്റെ തല വെട്ടിക്കൊണ്ട് ഈ തലയും കൊണ്ട് തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന ധീരയായ സ്ത്രീയാണ് ആര്? യൂദിത്ത് എന്ന് പറയുന്നത്. When Israelites are under threat from Holofernes, the general of the Assyrian army, Judith devised a bold plan, entered enemy camp,
and beheaded Holofernes with her sword. അങ്ങനെ എസ്തേർ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് യൂദത്തിനെ പോലെ തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ധീരയായി മുൻപോട്ട് വന്ന സ്ത്രീ എന്ന നിലയിലാവാം പുതിയ യൂദിത് അല്ലെങ്കിൽ ദ ന്യൂ ജൂദിത് എന്ന എസ്തേറിനെ വിശേഷിപ്പിച്ചത്. ഷീ സ്റ്റാൻഡ്സ് ആസ് എ മോഡൽ ഓഫ് ഫെമിനൈൻ കറേജ്. ധീരയായ സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ട്, ധീരമായി മുന്നോട്ട് വരുവാൻ തക്കവണ്ണം കഴിവുള്ള സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ട് ഇവിടെ യൂദത്തിനെ പോലെ എസ്തേർ മാറുകയാണ്. രണ്ടാമതായിട്ട് ഇറ്റ് ഷോസ് ദാറ്റ് ഗോഡ് റിവീൽസ് ഹിസ് പവർ ഈവൻ ഇൻ ദ വീക്ക്. അതായത് ബലഹീനരായവരിലും ദൈവം തന്റെ ശക്തി പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് എസ്തേറിലൂടെ ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അയ്യോ എനിക്കൊന്നും സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ശക്തയാക്കി മാറ്റുവാൻ തക്കവണ്ണം, ബലഹീനരായ നമ്മളെയും ശക്തരാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത് ഇവിടെ എസ്തേർ നമുക്ക് നൽകുന്നത്. മൂന്ന്, എസ്തേർ സ്റ്റാൻഡ്സ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഫൈറ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ഓവർകം ഫിയർ. ഈ ഭയത്തെ മറികടന്നുകൊണ്ട് അനീതിക്കെതിരെ പോരാടി വിജയം നേടുവാൻ എസ്തേർ ഇവിടെ മാതൃക കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ 4-ാം അധ്യായത്തിൽ എസ്തേറിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ വിശേഷണങ്ങളും അതോടൊപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും. എസ്തേർ എപ്രകാരം പുതിയ ജൂദത്തായി മാറുന്നു എന്നുള്ളത് നമുക്ക് ജൂദത്തിന്റെ കഥയിലൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും രണ്ടാമത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മൊർദെഖായി. ആരായിരുന്നു മൊർദെഖായി? മൊർദെഖായി വാസ് എസ്തേർസ് ഗാർഡിയൻ, കൗൺസിലർ ആൻഡ് ലീഡർ ഓഫ് ദ ജൂസ് അല്ലെ. എസ്തേറിന്റെ വളർത്തപ്പനും ഉപദേശകനും യഹൂദരുടെ നേതാവുമായിരുന്നു. ഈ ഒരു അധ്യായത്തിൽ എന്താണ് മൊർദെഖായിയുടെ പ്രസക്തി? ഒന്ന്, എന്ത് ചെയ്യുന്നു? ഇങ്ങനൊരു വിവരം കേട്ടുടനെ മൊർദെഖായി ആദ്യം ചെയ്യുന്നത് രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ സാക്ക് ക്ലോത്ത്, ചാക്കശീല അല്ലെങ്കിൽ രട്ട് എന്ന് പറയുന്നത് ഇതൊരു അടയാളമാണ്. എന്താണ്? സാക്ലോത്ത് ഇസ് എ സിമ്പിൾ, ഇറ്റ് ഈസ് എ സ്റ്റാൻഡ്സ് ദാറ്റ് റിജക്ട്സ് ദ പ്രൈഡ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ അഹങ്കാരത്തെ തള്ളിപ്പറയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവിടെ രട്ടുടുത്തു കൊണ്ടുവരുന്ന മൊർദെഖായി. പ്രത്യേകിച്ച് മൊർദെഖായിക്ക് വലിയ ശക്തമായ ഒരു കഥാപാത്രത്തിന് ഒരു വലിയ റോളുണ്ട് ഈ ഒരു അധ്യായത്തിൽ. എന്താണ്? ഹി ആക്ട്സ് ആസ് എ ഗുഡ് ലീഡർ. വളരെ വലിയൊരു നേതൃപാടവം നമുക്കിവിടെ മൊർദെഖായിൽ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, സ്വന്തം ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ട്, സ്വന്തം വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. മൂന്ന്, എസ്തേറിന്റെ ഭയാശങ്കകൾ നീക്കി ധൈര്യപ്പെടുത്തി സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകത്തക്ക വിധം അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന മൊർദെഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹി റിമൂവ്ഡ് എസ്റ്റേഴ്സ് ഫിയേഴ്സ്. മുഴുവൻ യഹൂദരെയും ഒന്നിച്ചു നിർത്തുവാനും അവരെ ഈ സംഭവത്തോട് ഒരുപോലെ പ്രതികരിക്കുവാനും തക്കവണ്ണം അദ്ദേഹം അവരെ ഒരുക്കി. ഹി യുണൈറ്റഡ് ദ എൻറ്റയർ ജൂയിഷ് കമ്മ്യൂണിറ്റി ആൻഡ് പ്രിപ്പയർഡ് ദം ടു റെസ്പോണ്ട് ഇൻ സോളിഡാരിറ്റി. ഇങ്ങനെ ഒരു ഉത്തമ നേതാവിന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് മൊർദെഖായിൽ ഈ ഒരു അധ്യായത്തിലൂടെ പഠിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തൊക്കെയാണ് മൊർദെഖായിയുടെ നേതൃപാടവം കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, ഹിസ് കമ്മിറ്റ്മെന്റ് ടു ദ വെൽ ബീയിങ് ഓഫ് പീപ്പിൾ. സ്വന്തം ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വന്തം ദൈവത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നു. എസ്തേറിന്റെ ഭയാശങ്കകൾ നീക്കി ശക്തമായിട്ട് മുന്നോട്ട് വരുവാൻ സഹായിക്കുന്നു. തന്റെ യഹൂദ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നു. ഈ സംഭവത്തോട് ഒരുപോലെ പ്രതികരിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുന്നു. ഇതെല്ലാമാണ് മൊർദെഖായിയുടെ നേതൃപാടവത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ദ ജൂസ് ഇൻ പെർഷ്യ, അതായത് പാർസിയിലെ യഹൂദർ എന്നതാണ്. ഇവിടെ എന്താണ് ഈ യഹൂദർ ചെയ്യുന്നത്? അവരൊരുപോലെ ഒരുമിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അവരും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. വിശ്വാസികളായ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം എപ്രകാരമായിരിക്കണം എന്നുള്ളത് യഹൂദർ നമുക്ക് കാണിച്ചു തരുന്നു. യഹൂദന്മാർക്കിടയിൽ വിശ്വാസികളായ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം ഉണ്ടായിരുന്നു. There was a unity arising from the brotherhood of faith among the Jews. രണ്ട്, their collective fasting demonstrated the depth of their unity. അവരുടെ കൂട്ട ഉപവാസം അവരുടെ ഐക്യത്തിന്റെ ആഴം പ്രകടമാക്കി എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? It is the responsibility of the community to support those in position through prayer and cooperation.
പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും സ്ഥാനത്തുള്ളവരെ പിന്തുണയ്ക്കേണ്ടുന്നത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരേ അപ്പത്തിന്റെ അംശികളും ക്രിസ്തു എന്ന തലയുള്ള ഏക ശരീരത്തിലെയും ക്രിസ്തു തലയായുള്ള ഏക ശരീരത്തിലെ അവയവങ്ങളുമായ നാം സഭയിൽ ഐക്യത്തോടെ അധികാരത്തിലിരിക്കുന്നവരെ പ്രാർത്ഥനയോടെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് യഹൂദൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഒന്ന് എസ്തേർ. എസ്തേറിന്റെ ജീവിതം നമ്മളെ എന്ത് പഠിപ്പിച്ചു? സ്ത്രീ ശക്തി പ്രകാരം ധീരതയോടെ മുന്നോട്ട് വരാൻ യൂജൂദത്തിനെ പോലെ എസ്തേറിനെ പോലെ ധീരമായിട്ട് മുന്നോട്ട് വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്ന് പഠിപ്പിച്ചു. 2 മൊർദെഖായി. മൊർദെഖായിയുടെ നേതൃപാടവം എപ്രകാരം ജനത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം സഹായിച്ചു എന്നുള്ളത് നമുക്ക് മൊർദെഖായിലൂടെ പഠിക്കാൻ സാധിച്ചു. 3 പേർഷ്യയിലെ അല്ലെങ്കിൽ പാർസിയിലെ യഹൂദർ എപ്രകാരം ദൈവ ജനം അല്ലെങ്കിൽ സഹോദരന്മാരെ എപ്രകാരം ഐക്യം പാലിക്കണം, അതുപോലെ സ്ഥാനത്തിലിരിക്കുന്നവരെ പ്രാർത്ഥനയോടെ പിന്തുണയ്ക്കേണ്ടുന്നത് എപ്രകാരമാണ് എന്നുള്ളതും യഹൂദർ നമ്മളെ പഠിപ്പിച്ചു. ഇവരാണ് ഈ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മനസ്സിലായി. നമുക്ക് അവസാനത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ദ കീ ലെസൺസ് ഫ്രം എസ്തേർ 4. എസ്തേറിന്റെ 4-ാം അധ്യായം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1, അണ്ടർസ്റ്റാൻഡിങ് ഡിവൈൻ പ്രിപ്പറേഷൻ. ദൈവിക ഒരുക്കത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാവുക. ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ വാക്കാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഹൂ നോസ് ബട്ട് ദാറ്റ് യു ഹാവ് കം to your royal position for such a time as this. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ടൈമിനെ പറ്റി, കാലത്തെ പറ്റിയാണ് പറയുന്നത്. 2 വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ക്രോണോസ്. ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ടൈം, സാധാരണ സമയത്തെയാണ് ക്രോണോസ് എന്ന് പറയുന്നത്. 2-ാമത്തെ വാക്കാണ് കൈറോസ്. കൈറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ടൈം, ദൈവിക സമയം എന്നുള്ളതാണ്. ഡിവൈൻ മൊമെന്റ് വെർ ആൻ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ. സഭാപിതാക്കന്മാര് ഇതിനെ ദൈവിക ഇടപെടലിന്റെ നിമിഷം, മൊമെന്റ് ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ഇവിടെ മൊർദെഖായി എസ്തേറിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. എന്താണ്? എസ്തേർ വാസ് ഇൻ ദ പാലസ് അറ്റ് ദ റൈറ്റ് ടൈം. നീ ഏറ്റവും കൃത്യമായ സമയത്താണ് നീ ഒരു രാജസ്ഥാനത്ത് ആയിരിക്കുന്നത്. 2, ഗോഡ് പ്ലേസ്ഡ് ഹെർ ദേർ ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. നൗ ഷീ ഹാഡ് ടു ചൂസ് കറേജ് ഇൻ ദാറ്റ് ക്രിട്ടിക്കൽ മൊമെന്റ്. ആ ഒരു സമയത്ത് ധീരമായിട്ട് മുന്നോട്ട് വരുവാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കണം. ഇതാണ് മൊർദെഖായി അവിടെ എസ്തേറിനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എസ്തേറിനെ പോലെ നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിഞ്ഞ് യഥാസമയത്ത് സമയോചിതമായിട്ട് ധൈര്യപൂർവം പെരുമാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ ഒരു അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവ സമയത്തിനായി ദൈവ വിളി ലഭിച്ചവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് എസ്തേറിന്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. In all things, God works for the good of those who love Him, who have been called according to His purpose എന്നുള്ളതാണ്. ഇനി 2-ാമത് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത, സ്റ്റാൻഡ് ഫോർ റൈറ്റ്യസ്നെസ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇവിടെ മൊർദെഖായി ഒന്ന് നോക്കുകയാണെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന മൊർദെഖായിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ. നീതിയോടുകൂടെ ജീവിച്ച ഒരാളായിരുന്നു മൊർദെഖായി എന്ന് പറയുന്നത്. അങ്ങനെ നീതിപൂർവം ജീവിക്കുന്നതിന്റെ ഭാഗമാണ് സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സത്യത്തിനു വേണ്ടി പോരാടുക, നിലനിൽക്കുക എന്നുള്ളത്.
to act with integrity is part of living righteously. ഇവിടെ മൊർദെഖായിയുടെ പ്രതിഷേധം, ഇത്തരമൊരു കാലത്തിനല്ലേ നീ രാജ്ഞിയായിട്ട് അല്ലെങ്കിൽ രാജസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് സത്യത്തിന് വേണ്ടിയുള്ള മൊർദെഖായിയുടെ പോരാട്ടത്തിൽ മുഴങ്ങിക്കേട്ട വാക്കുകളായിരുന്നു. അതോടൊപ്പം തന്നെ മൊർദെഖായിയുടെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും നമുക്ക് ഇവിടെ കാണാം. എന്തോ അവിടെ മൊർദെഖായി പറയുന്നത്, for if you remain silent at this time, relief and deliverance for the Jews will arise from another place. നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ പോലും ദൈവജനത്തിനുള്ള രക്ഷ അത് ഉറപ്പായിട്ടും മറ്റൊരിടത്ത് നിന്ന് ഉണ്ടാകും. എന്നാൽ നീ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അത് നിനക്ക് നിന്നെ പറ്റി ദൈവം വിചാരിക്കുന്ന പദ്ധതി അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോൾ ഇവിടെ മൊർദെഖായി ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ്? രക്ഷ ദൈവജനത്തിന് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് എസ്തേറിനോട് പറയുമ്പോൾ അത് മൊർദെഖായിയുടെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ദൈവത്തിൽ അവനുണ്ടായിരുന്ന ഉത്തമ വിശ്വാസവും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്, ദ പവർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി. ഈ അധ്യായത്തിൽ ഹാമാന്റെ ഉപായങ്ങൾ, ഹാമാൻസ് സ്കീംസ് എന്ന് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ സാത്താന്റെ തന്ത്രങ്ങൾ അങ്ങനെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് സാത്താന്റെ തന്ത്രങ്ങൾ ഇരിക്കുന്നത്, ഹാമാന്റെ ഉപായങ്ങളും തന്ത്രങ്ങളും. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധമാണ് എന്നുള്ളതാണ് ഇവിടെ മൊർദെഖായിയുടെയും അതോടൊപ്പം യഹൂദരുടെയും യഹൂദരുടെയും പ്രാർത്ഥനയും ഉപവാസവും അത് ഹാമാന്റെ തന്ത്രങ്ങൾക്കെതിരെ സാത്താനെതിരെയുള്ള ആയുധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സെന്റ് ബേസിൽ ദ ഗ്രേറ്റ്, വലിയ മാർ ബസേലിയോസ് പിതാവ് ഉപവാസത്തെയും ആത്മാവിന്റെ ആയുധം, വെപ്പൺ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് ഒന്ന് നമ്മൾ പറഞ്ഞു സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധമാണ്. രണ്ട്, ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള ഇടപെടലിനായുള്ള ഒരുക്കമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും, അല്ലെ? യഹൂദർക്കെതിരെ വലിയ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ യഹൂദരെല്ലാം ഒരുമിച്ച് ചേർത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപായിട്ടുള്ള ഒരുക്കമായിട്ട് നമുക്കതിനെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ നിനിവക്കാരുടെ ഉപവാസവും ദാനിയേലിന്റെ 21 ദിവസത്തെ ഉപവാസവും കാലാകാലങ്ങളിൽ ജനത്തിന്റെ നേരെയും ശത്രുവിന്റെ നേരെയുള്ള ജനത്തിന്റെ നേരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശത്രുവിന്റെ നേരെയുള്ള ആയുധമായിട്ടും ദൈവ ഇടപെടലിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ടും നമുക്കതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമതായിട്ട്, കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിച്ച് അവനെ സമ്പൂർണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ എസ്തേർ ധീരമായ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ്? ഇഫ് ഐ പെരിഷ്, ഐ പെരിഷ്. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവനെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് സകലവും സാധ്യമാണ്. വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ ഇംപോസിബിൾ. രണ്ട്, മനുഷ്യന്റെ ബോധ്യങ്ങൾക്ക് അപ്പുറമാണ് ദൈവിക പ്രവൃത്തി. ഇറ്റ് ഫേംലി അഫേംസ് ദാറ്റ് ഗോഡ്സ് വർക്ക് ഇസ് ബിയോണ്ട് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം എന്ന് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമതായിട്ട്, ഈച്ച് ഓഫ് us has been given a divine purpose. നാം ഓരോരുത്തർക്കും ദൈവികമായ ഒരു തിരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് ലഭിച്ചവരായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ? ഈ മുകളിൽ പറഞ്ഞ 4 പോയിന്റുകൾ തന്നെയാണ്. ഒന്ന്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. വി മസ്റ്റ് പ്ലേസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. രണ്ട്, ദൈവത്തോടും സമൂഹത്തോടുമുള്ള കടമ ധീരതയോടെ നിറവേറ്റണം. ആക്ട് courageously to fulfill our duties to God and society. 3, പ്രതിസന്ധികളെ ദൈവാശ്രയത്തോടെ തരണം ചെയ്യണം. ഓവർകം ക്രൈസിസ് വിത്ത് ഡിവൈൻ ഹെൽപ്പ്. 4, ഹാമാനെ പോലെയുള്ള ദുഷ്ടശക്തികളെ എതിർക്കുവാനും നമുക്ക് കഴിയണം. എങ്ങനെയാണ്? പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും. വി ഷുഡ് ഒപ്പോസ് വിക്കഡ് പീപ്പിൾ ലൈക്ക് ഹാമാൻ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായം നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമ്മൾ ആദ്യത്തെ ഭാഗം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കി മൊർദെഖായിയുടെ ഖേദവും പ്രതിഷേധത്തിലും ആരംഭിച്ച് എസ്തേർ പ്രതികരിക്കുന്നു. എസ്തേറിന്റെ പ്രതികരണം കേട്ടിട്ട് മൊർദെഖായി തിരിച്ചു നൽകുന്നതായിട്ടുള്ള ചോദ്യവും ഉത്തരങ്ങളും
അവസാനം എസ്തേർ ശക്തമായ ധീരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിലൂടെയാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളാണ്: എസ്തേർ, മൊർദെഖായി, പാർസിയിലെ യഹൂദർ, ദ ജൂസ് ഇൻ പേർഷ്യ. ഇവരുടെ 3 പേരുടെയും സ്വഭാവ ഗുണങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എസ്തേർ എപ്രകാരം പുതിയ ജൂതത്തായി മാറുന്നു എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി. അവസാന ഭാഗം ദ കീ ലെസൺസ് ഫ്രം എസ്തേർ 4, 5 പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ അവിടെ പഠിച്ചത്. 1, ദൈവിക ഒരുക്കത്തെ പറ്റിയുള്ള തിരിച്ചറിവ്, അണ്ടർസ്റ്റാൻഡിങ് ഡിവൈൻ പ്രിപ്പറേഷൻ. 2, സ്റ്റാൻഡ് ഫോർ റൈറ്റസ്നെസ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. പവർ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുക, കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ആൻഡ് ഈച്ച് ഓഫ് us ഹാസ് ബീൻ ഗിവൻ എ ഡിവൈൻ പർപ്പസ്. നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവിക പദ്ധതി നമ്മളിലായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കണം. ഇതാണ് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയുമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ള ചോദ്യോത്തരങ്ങളും കൂടെ കേട്ട് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കും അതോടൊപ്പം ചേർന്ന് വായിച്ച് പഠിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.